നിരീക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രഫിക്ക് വേണ്ടിയൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ഡ്രോണുകൾ ഇനിയിപ്പോൾ സർവേ നടത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പോവാന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു ഡ്രോൺ സർവേ നമ്മുടെ ജില്ലയിൽ നടക്കാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ എറണാകുളം രാജൻ സർ ആണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സർവേ നമ്മുടെ ജില്ലയിൽ നടക്കാൻ പോവുകയാണല്ലോ, ഡ്രോൺ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സർവേ. എന്താണ് ഈ സർവേ എന്നൊന്ന് പറയാമോ? ഡ്രോൺ സർവേ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എന്നതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് 1550 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജില്ലയിലും ഡിജിറ്റൽ സർവേ ആരംഭിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ സർവേ ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരം ഡ്രോൺ സർവേ ഒരു വില്ലേജിന്റെ 20% ശേഷിക്കുന്ന 80% സർവേ ചെയ്യുന്നത് കോർ RTK റോട്ടേഷൻ സംവിധാനത്തിലൂടെ റീബിൽഡ് കേരളയുടെ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുമാണ് നിർവഹിക്കുന്നത്. ഡിജിറ്റൽ റീസർവേ, റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ വകുപ്പുകളുടെ രേഖകൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സംയോജിപ്പിച്ച് ഒറ്റ പോർട്ടലിൽ കൊണ്ടുവരികയും പൊതുജനങ്ങൾക്ക് ഈ വകുപ്പുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനും അപേക്ഷകൾ ഓൺലൈൻ വഴി നൽകുന്നതിനും പരിഹരിക്കുന്നതിനും കഴിയും. പോക്കുവരവ് പോലെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനും ഡോക്യുമെന്റേഷൻ എളുപ്പത്തിലാക്കുന്നതിനും കഴിയും. എന്ന് പറഞ്ഞാൽ റവന്യൂ വകുപ്പിന്റെ റിലീസ് എന്ന സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ കരമടയ്ക്കുന്നതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പേൽ എന്ന സോഫ്റ്റ്വെയറും സർവേ വകുപ്പിന്റെ ഇമാപ്പ് എന്ന സോഫ്റ്റ്വെയറും ഈ 3 സോഫ്റ്റ്വെയറും കൂടി ഇന്റർഗ്രേറ്റ് ചെയ്ത് ഒറ്റ പോർട്ടലിൽ കൊണ്ടുവരികയും ഈ 3 വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ഒറ്റ പോർട്ടലിലൂടെ സാധിച്ചെടുക്കുവാനും കഴിയുന്നതാണ്. സർ, ഇപ്പോൾ ഈ ഡ്രോൺ സർവേ എവിടെയൊക്കെയാണ് നടക്കുന്നത്, അതിലെന്താണ് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? എറണാകുളം ജില്ലയില് ഒന്നാമത്തെ ഫേസില് നമ്മൾ 4 വില്ലേജുകളാണ് എടുത്തിട്ടുള്ളത്. അത് പൂണിത്തറ വില്ലേജ്, അതിനെ തുടർന്ന് കണയന്നൂര് വില്ലേജ്, കോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലം വില്ലേജ്, കണയന്നൂർ താലൂക്കിലെ തന്നെ തിരുവാങ്കുളം വില്ലേജ്. ഇതാണ് ഫസ്റ്റ് ഫേസിൽ എടുത്തിട്ടുള്ളത്. കൂടാതെ മൊത്തം 13 വില്ലേജാണ് നമ്മുടെ ഫസ്റ്റ് പോർട്ടലിൽ എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഫേസിലാണ് ഈ 4 വില്ലേജ് എടുത്തിട്ടുള്ളത്. ശേഷിക്കുന്ന വില്ലേജുകളുടെ പേര് ഞാൻ പറയാം. കൊച്ചി താലൂക്കിലെ മട്ടാഞ്ചേരി, പള്ളുരുത്തി, തോപ്പുംപടി, ഫോർട്ട് കൊച്ചി, ഇടക്കൊച്ചി, കണയന്നൂർ താലൂക്കിലെ പൂണിത്തറ, കണയന്നൂർ, ആമ്പല്ലൂർ, തിരുവാങ്കുളം, മൂവാറ്റുപുഴ താലൂക്കിലെ മണിയുടെ, രാമംഗലം, വാളകം, കോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലം. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ ആളുകൾ ചെയ്യേണ്ടതെന്നൊന്ന് പറയാമോ? അപ്പൊ പൂണിത്തറ വില്ലേജ് 12-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ നേരത്തെ നിശ്ചയിച്ചത്. പക്ഷെ ഈ ഭൂമി സംബന്ധമായിട്ട് നമുക്കറിയാം, ഏത് സർവേ ആയാലും ഭൂമിയുടെ അതിർത്തികൾ നമ്മൾ വസ്തു ഉടമസ്ഥന്മാർ തന്നെ അതിർത്തികൾ കാണിച്ചു തരികയും അതുപോലെ അവിടെ പോയിന്റുകളൊക്കെ സ്ഥാപിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഡ്രോൺ സർവേയുടെ ഭാഗമായിട്ടാണെങ്കിൽ നമ്മൾ ഡ്രോൺ പറത്തിയിട്ട് ആകാശ കാഴ്ചയിലൂടെയാണ് നമ്മുടെ അതിർത്തികൾ കാണുന്നത്. അപ്പോൾ ഡ്രോൺ ഈ പിക്ചറുകൾ എടുക്കുകയും കോർഡിനേറ്റുകൾ എടുക്കുകയും അത് കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്ത് സ്കെച്ച് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡ്രോണിന് കാണത്തക്ക രീതിയിൽ നമ്മളുടെ സ്ഥലത്തിന്റെ അതിർത്തികളിൽ പോയിന്റുകൾ, ഈ പെയിന്റ്, അതുപോലെ ഇഷ്ടിക, ചുടുഇഷ്ടിക, അതുപോലെ മുകളിൽ നിന്ന് കാണത്തക്ക രീതിയിലുള്ള മാർക്കുകൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോ ബെൻഡുകളിലും അതുപോലെ വളവുകളിലും എത്ര അതിർത്തികളുണ്ടോ ആ അതിർത്തികളിലൊക്കെ ഈ മഞ്ഞ, ചുവപ്പ് പെയിന്റുകൾ ആണ് മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വലിയ മരച്ചില്ലകൾ, അതുപോലെ ചെറിയ മരച്ചില്ലകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വെട്ടി മാറ്റി ഒന്ന് തടസ്സങ്ങൾ നീക്കേണ്ടതാണ്. വലിയ മരങ്ങളൊക്കെ വെട്ടി മാറ്റാൻ നമ്മൾ പറയുന്നില്ല. അങ്ങനെ അത് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എല്ലാവരുടെയും 5 സെന്റ് 10 സെന്റ് ഒക്കെ സ്ഥലമായിരിക്കുമല്ലോ ഉള്ളത്. അതിപ്പോ എല്ലാ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ വെട്ടി മാറ്റണം എന്ന് പറയുന്നില്ല. പക്ഷെ ചെറിയ ചെറിയ തടസ്സങ്ങൾ മാറ്റുക. അപ്പൊ മാറ്റാൻ കാണാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് വിഷമിക്കേണ്ട കാര്യമില്ല. അത് പിന്നീട് വരുന്ന കോറ് ഇഷ്ടപ്രകാരവും റോട്ടേഷൻ ഉപയോഗിച്ച് ആ കിട്ടാത്ത പോയിന്റുകൾ വീണ്ടും നമ്മൾ സെക്കൻഡ് ഫേസിൽ സർവേ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഈ ഡ്രോൺ സർവേ എന്തുകൊണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് സർ? ശരിക്കും വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് സംസ്ഥാനത്ത് ഇന്ത്യയിലൊട്ടാകെ 7 ലക്ഷത്തോളം വില്ലേജുകളിൽ അത് ഇംപ്ലിമെന്റ് ആയി. ഇത് വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലാണ് ആദ്യമായി പ്രാവർത്തികമായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ്. കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ പല ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന പോലെയുള്ള പ്രദേശങ്ങളിൽ യാതൊരു രേഖയും ഇല്ലാത്ത ഭൂമികളുണ്ട്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. കേരളത്തിൽ ഓരോ ഭൂമിക്കും രേഖയും അതിന് സ്കെച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സംബന്ധിച്ച് ഒരു രേഖയും ഇല്ലാത്ത ഭൂമികൾ സർവേ ചെയ്ത് അവർക്കൊരു രേഖ ഉണ്ടാക്കുക എന്നുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് ഈ ഡ്രോൺ സർവേ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. എളുപ്പത്തിൽ സർവേ ചെയ്യാനും എളുപ്പത്തിൽ അത് റെക്കോർഡുകളാക്കാനും കഴിയും എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പോസിബിലിറ്റി. ഇത് ചെയ്യേണ്ടത് അവരവരുടെ കൈവശക്കാര് അവരവർ തന്നെയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ കൈവശക്കാരന്റെ അടുത്ത് നമ്മുടെ സ്റ്റാഫ് വരും, സർവേർമാർ ഫീൽഡിൽ വരുമ്പോൾ
വരുമ്പോൾ അവർ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. കൈവശക്കാർ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഈ പൂണിത്തുറ വില്ലേജിലാണ് ആദ്യം എന്ന് പറഞ്ഞല്ലോ. പൂണിത്തുറ എന്ന് പറയുമ്പോൾ പാലാരിവട്ടം, വൈറ്റില, ചമ്പക്കര ഭാഗങ്ങളായിരിക്കും അല്ലെ? അത് തന്നെ. 43 മുതൽ 53 വരെയുള്ള ഡിവിഷനുകളാണ് കൊച്ചി കോർപ്പറേഷന്റെ പേര്. 12-ാം തീയതി തീരുമാനിച്ചെങ്കിലും നമ്മുടെ ഈ ഡിമാർക്കേഷൻ ജോലികൾ പൂർത്തിയാകാത്തതിനാൽ 17-ാം തീയതിയെ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ, അത് എല്ലാ അവിടെ പ്രോപ്പർട്ടി ഉള്ള എല്ലാ ആളുകളും ചെയ്യേണ്ടതല്ലേ സർ? പ്രോപ്പർട്ടി ഉള്ള ആളുകളെല്ലാം ചെയ്യണം. ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും മതില് വേണമെന്നില്ല. മതിലില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ട അവരുടെ അതിർത്തികളിൽ അവർ ഈ ചെറിയ പലക പോലെയുള്ള ചെറിയ ഈ പലക വുഡൻ പ്ലാങ്സ് അല്ലേ ഉദ്ദേശിച്ചത്? അടിച്ചിട്ട് അത് അതിർത്തികളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സർ, ഇത് ആദ്യമായിട്ടാണ് ഒരു ഡ്രോൺ സർവേ നടക്കുന്നത് അല്ലേ? ഈ ഡിപ്പാർട്ട്മെന്റിനും ഇത് പുതിയ നമുക്കൊരു അനുഭവം തന്നെയാണ്. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോ ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഒരു പ്രോസസ് എന്ന് പറയുന്നത് പൂണിത്തുറയാണ്. അതിനുശേഷം വേറെ എവിടെയാണ് സർ വരാൻ പോകുന്നത്? പൂണിത്തുറ ഞാൻ പറഞ്ഞില്ല, പൂണിത്തുറ വില്ലേജിലാണ് 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം കണയന്നൂർ വില്ലേജ്, കണയന്നൂർ താലൂക്കിലെ തന്നെ കണയന്നൂർ വില്ലേജ്, തോട്ടാനിക്കര പഞ്ചായത്തിന്റെ എത്തുക ഭാഗം വരുന്നതാണ് കണയന്നൂർ വില്ലേജ്. പിന്നെ കോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലം വില്ലേജ്, പിന്നീട് തിരുവാങ്കുളം വില്ലേജ്. അപ്പോ ഇതറിയാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് സർവേയിൽ ഉൾപ്പെടാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? അത് ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ടാണിത്. ഇതിനുശേഷം സെറ്റൊക്കെ ആയി കഴിയുമ്പോൾ വീണ്ടും ഫീൽഡിലെ വെരിഫിക്കേഷന് വരുന്നതാണ്. അപ്പോൾ ഈ വെരിഫിക്കേഷന് വരുമ്പോൾ ആരുടെയെങ്കിലും ഉൾപ്പെടാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ വാല്യൂസ് എടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ സർവേയർമാർ വരുമ്പോൾ 4 നമ്പർ 1A തരും. ഈ 1A എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ആ 1A വസ്തു ഉടമസ്ഥൻ തന്നെ പൂരിപ്പിച്ച് അത് സാക്ഷ്യപത്രം പോലെയാണ് അത് തരണം. അതിന് അപേക്ഷകന്റെ പേര്, ആധാർ നമ്പർ, അതുപോലെ ഡോക്യുമെന്റ് നമ്പർ, നിലവിൽ കരാടയ്ക്കുന്ന തണ്ടപ്പേരും നമ്പർ, അങ്ങനെയുള്ള ഇപ്പോഴത്തെ ആ ഭൂമിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും, നിലമാണ്, പുരയിടമാണ്, ഉള്ള വിവരങ്ങളൊക്കെ നൽകണം. ഇപ്പൊ ഡ്രോണിൽ നിങ്ങൾ മെഷർ ചെയ്യുന്നത് ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെന്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യോ? മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ അതാണ് നമ്മുടെ ഭൂമി സംബന്ധമായ ഏറ്റവും വലിയ ഒരു ഇഷ്യൂസ് ആണ്. കാരണം ഡോക്യുമെന്റിനുള്ള ആ ഒരു ഏരിയ ആയിരിക്കില്ല ചിലപ്പോൾ കൈവശം, കൂടുതലും കുറവുണ്ടാവാം. നമ്മൾ ആസ് പെർ പൊസഷൻ ആൻഡ് എൻജോയ്മെന്റ് അനുസരിച്ചാണ് സർവേ ചെയ്യുന്നത്. പൊസഷൻ എത്രയാണ്, പൊസഷൻ അനുസരിച്ചാണ് സർവേ ചെയ്യുന്നത്. ഡോക്യുമെന്റിനുള്ള ഏരിയ കുറവോ കൂടുതലോ വരാം. ഓക്കെ, അപ്പൊ അതിൽ ഡിസ്പ്യൂട്ട് വരികയാണെന്നുണ്ടെങ്കിലോ സർ? ഡിസ്പ്യൂട്ട് ഉള്ള ബൗണ്ടറികൾ എന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷികൾ തമ്മിൽ അവിടെ ഒരു ബൗണ്ടറി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വരുന്നത് ബൗണ്ടറി ഉള്ളപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് വരില്ല. ഡിസ്പ്യൂട്ട് ഇല്ലാത്ത കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൗണ്ടറി ഇല്ലാതെ വരുമ്പോഴാണ്. അപ്പൊ ഈ കക്ഷികൾ തന്നെ അത് പരിഹരിക്കണം, അല്ലെങ്കിൽ അത് ഒന്നായിട്ട് തന്നെ സർവേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഭാഗോടമ്പടി, ഒരു വീട്ടിലൊരു 4 ആളുകളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരൊരു ഭാഗോടമ്പടി ചെയ്തു, അവർ ഡോക്യുമെന്റേഷൻ നടത്തി. പക്ഷെ അവർ ഭൂമിയിൽ അവരുടെ ഭാഗോടമ്പടി പ്രകാരം അവരുടെ വിസ്തീർണത്തിന് അവർ അതിർത്തി ഇട്ടിട്ടില്ലെങ്കിൽ അത് നമുക്ക് സർവേ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതനുസരിച്ച് അവർ അവിടെ കല്ലിടുകയോ എന്തെങ്കിലും ഫെൻസിങ് ഇടുകയോ ചെയ്യും. ഓക്കെ, അപ്പൊ 17-ാം തീയതി ആദ്യമായിട്ട് പൂണിത്തുറ വില്ലേജ്